ഹായ് എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരള ടു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജായ കിബിറ്റോ വില്ലേജിലാണ്. അതെ, ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജ് എന്ന് പറയാം, അതേപോലെ ലാസ്റ്റ് വില്ലേജ് എന്ന് നമ്മൾ പറയാം കേട്ടോ. ചൈനയിൽ നിന്ന് വരുമ്പോൾ നമ്മളെ ഫസ്റ്റ് വില്ലേജ്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ചൈനയിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറകിൽ ഫുള്ള് ആർമി ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ ഒരു ആർമിയുടെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കാഹുലേക്കാണ്. ഇവിടെ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അവസാനത്തെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഗ്രാമം കാണാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. ഈ കാണുന്നത് മിഡിൽ സ്കൂളാണ്. ഇന്ന് പിള്ളേരാരെയും കണ്ടില്ല കേട്ടോ, അവധിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പിള്ളേർ ഇവിടെ കളിക്കണേക്കും കേട്ടോ. ഇവിടേക്ക് ഇവൻ്റെ വീടുകളാണ്. ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പോപ്പുലേഷൻ വളരെ കുറവാണ് കേട്ടോ. ഭാഗത്തുള്ളതൊക്കെ ബുദ്ധിസ്റ്റുകളാണ്. മിയർ എന്ന് പറഞ്ഞ ട്രൈബാണുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നും ഒരു പിടുത്തമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കഫേ കേട്ടോ, ആർമിയുടെ. ഈ കാണുന്നത് ബാഡ്മിൻ്റൺ കോർട്ടാണ് കേട്ടോ. പക്ഷെ ഇത് അടച്ചിട്ടേക്കനെയാണ്, വൈകിട്ടൊക്കെയുള്ളവർ കളിക്കാൻ കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളൊന്നും കണ്ടില്ലേ. ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഈ കാണുന്നത്. ലാസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ITBPയുടെ ക്യാമ്പാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഇപ്പുറത്തൊക്കെ നമുക്ക് പോകാനുള്ള റൂട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് അലൗഡല്ല അല്ലേ. ഇനിയിപ്പോൾ കാഹോലേക്ക് പോകണം. ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു, അത് ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ പാർസൽ ചെയ്യാൻ പറ്റാം. ഇപ്പോൾ ഒരു സാധനം കിട്ടി, കാർഡ്ബോർഡ്. ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കൊറിയർ ചെയ്യണത്. अभी पोस्ट ऑफिस आया ये पार्सल सेंड करने के लिए गांव के लिए. अभी ये पोस्ट ऑफिस में 2 आदमी को मिला था. हाय भैया, आपका नाम क्या है? मेरा नाम सौरभ केवट है. अच्छा, हाय, आपका नाम? मेरा नाम बादशाह कौशिक है. अच्छा, आप कहाँ से हो? मैं तो यहीं से हूँ. ये से है ना? अंजो का ही हूँ. अच्छा, कौन से अंजाव का है ना? अच्छा, आप कहाँ से हो? मैं छत्तीसगढ़ से, बिलासपुर डिस्ट्रिक्ट. अच्छा, आपका ये पोस्ट ऑफिस कौन सा एरिया में कैसे पड़ता है, ऐसा कुछ बोलते हो लोकेशन? ये आपका किबिटो. ये हम लोग का ऑफिस जो है हैलोंग है, अकाउंट ऑफिस. अच्छा, हैलोंग में. और तेजू जो है हम लोग सब डिवीजन है. और ईटानगर का ऑफिस है, नॉर्थ ईस्ट सर्कल है. अच्छा अच्छा अच्छा. और आपको पास मैं दे दूँगा, आप इसमें पूरा कर लो. मेरे को भी माइंड में थोड़ा टेंशन है. इसका पहले मैं डापो में एक बार किया था, वो वापस आया. मैं मेरा वीडियो में भी पता है ऐसा है ना. कुछ रीजन होगा यार, मतलब वुमेन एरर के नाम से हो गया होगा, ऐसे रिटर्न नहीं जाता है अगर अंदर में सही सामान है तो. बट मेरे को वो लोग बोला था एड्रेस वगैरह ठीक ही है, बट कारण रीज़न उन लोग को भी मालूम नहीं है. सब एरर होगा, वो वापस भेज दिया होगा. ये फ्रॉम टू अच्छे से नहीं दिखा होगा ना, इसलिए रिटर्न कर दिया होगा. ऐसा कुछ प्रॉब्लम नहीं है. हम यहाँ कम से कम हफ्ता में देखते रहता है 3-4. हम आर्मी लोग को बहुत पार्सल भेजे, आज तक एक भी रिटर्न नहीं आया. अच्छा अच्छा अच्छा. और रिटर्न आएगा तो आप पूरा कर लो. केरला छोड़ने के लिए आएगा. अच्छा, आप केरला छोड़ने के लिए आएगा? केरला छोड़ने के लिए आएगा पर्सनली. ये मेरे को बोला था इन केस वापस आएगा तो ये केरला छोड़ने के लिए. और थैंक यू सो मच. ओके, एक 2-4 महीने में हो जाएगा बोल के. ठीक है. अच्छा, अच्छा लगा आपसे. ओके, मेरे को आपका चैनल का नाम बता दीजिए. ട്രാവൽ ബൈ അഷ്കർ. അങ്ങനെ നമ്മൾ കിബിറ്റോയിൽ നിന്നും ഇറങ്ങണേട്ടാ. തിരിച്ച് നമ്മൾ നേരെ കാഹോലേക്കാണ് പോണത്. അതുപോലെ ഇവിടെ കിബിറ്റോയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. കിബിറ്റോയിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ കടകൾ, ഹോട്ടലുകളുണ്ട്. പിന്നെ ആർമിയുടെ ഒരു കഫേയൊക്കെ ഉണ്ട്. അവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും. ചൗമീൻ, മോമോസ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. നമ്മളിവിടെ അവിടെ പോയി പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. മഴ പൊടിയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. കാഹോ നമ്മളിങ്ങനെ കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ. കാരണം ഇവിടെ ബ്രിഡ്ജ് ഉണ്ടാകുന്നത് കേടായിപ്പോയി. അപ്പോൾ പുതിയൊരു ബ്രിഡ്ജ് പണിതിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വന്ന വഴി കറോത്തി ബ്രിഡ്ജ് വന്നിട്ട് ക്രോസ് ചെയ്ത് വേണം വരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഇവിടെ ഒരു ഭയ്യനെ കണ്ട്. ഹായ് ഭയ്യ, आपका नाम क्या है भैया? दिनेश है ना. आप तो कहाँ तेजू दार्जिलिंग का है ना आप? अच्छा, आप तो किबिटो से आने के टाइम मेरे को मिला और लिफ्ट भी दिया था. थैंक यू सो मच भैया. अभी आप कहाँ जाएगा? अभी मैं जाऊंगा वालोंग जाएगा ना. उसके बाद तेजू. उसके बाद देखता हूँ आज से. ഓക്കെ ഭയ്യ, താങ്ക് യു സോ മച്ച് ഭയ്യ. ഇപ്പം ഇങ്ങനെ നല്ല രീതിയിൽ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. നമ്മളത് കാഹോലെത്താൻ വേണ്ടി പോകണതാണ്. വന്നൊഴിക്കും ഇവിടെ ബ്ലാസ്റ്റിങ് ചെയ്ത് ഇപ്പോൾ കുറച്ച് നേരം ബ്ലോക്ക് ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് പുള്ളിയുടെ വണ്ടി കിട്ടിയത്.
കാരണം റോഡ് ബ്ലാസ്റ്റ് ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അത് പിന്നെ മഴ നനഞ്ഞ് ചീഞ്ഞ് ആകെ റോഡ് ആകെ സീനായിട്ടിരിക്കണേ. അപ്പോഴാണ് പുള്ളീനെ വണ്ടി കിട്ടിയ, അല്ലെങ്കിൽ നമ്മുടെ സൈക്കിൾ ഫുള്ള് ചെളിഞ്ഞ് ചീഞ്ഞ് കേട്ടാ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി കയറ്റി പിന്നെ നല്ല റോഡ് എത്തിയപ്പോൾ ഇറക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കാഹോ പോണേണ്. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പോലും അറിയില്ല. നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് കറോത്തി ബ്രിഡ്ജിലെത്തിയേട്ടാ. ഇത്ര നേരം നല്ല മഴയായിരുന്നു, ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞേട്ടാ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പോയിട്ട് ലെഫ്റ്റ് എടുക്കണം കേട്ടോ. ആ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്തിട്ട് ഒരു ലെഫ്റ്റ് ഉണ്ട്, ആ ലെഫ്റ്റ് നേരെ നമ്മൾ പോണത് കാഹോയിലേക്കാണ്. നമ്മൾ ഇങ്ങനെ കയറിയാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം കേട്ടോ കാഹോയിലേക്ക്. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ റൂട്ട് നല്ലതാണെന്ന് തോന്നുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ റോഡ് അത്യാവശ്യം നല്ല കിട്ടില്ല റോഡായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ കാഹോയിലേക്കുള്ള റൂട്ട്, അതുപോലെ കാഹോ ഡോങ്ങിലേക്കുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാ. ഇവിടുന്ന് ഗ്രിഫിൻ്റെ ക്യാമ്പാണെന്ന് തോന്നണം ഈ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗ്രിഫിൻ്റെ ഡേറ്റാണ് കാണുന്നത്. ഒരു ഏരിയ ബുദ്ധിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഫുള്ള് ടിബറ്റൻ ഫ്ലാഗുകളാണ് കേട്ടാ. നല്ല കിട്ടില്ല സ്ഥലമല്ലേ, നല്ല ഇറക്കം കിട്ടിയേട്ടാ. ഞാൻ ഒറ്റ കയ്യിൽ ഇങ്ങനെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. തന്നെ അവിടെ റോഡിന്റെ ഒക്കെ പണിയുടെ ടീമാണ് കേട്ടാ. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിലൊരു ടാങ്കർ കൊണ്ട് നോക്കിയേ, ആർമിയുടെ കേട്ടാ. ഇത് ഇവര് കുടിവെള്ളം കൊണ്ടുപോകണേണ്. ഓക്കെ, താങ്ക് യു. നമ്മളെ ഈ ഒരു റൂട്ടാണ്ട, ഈ ഒരു ബ്രിഡ്ജ് കയറി വേണം നമ്മള് കാഹോയിലേക്ക് പോകാൻ, അതുപോലെ കിബിറ്റോയിലേക്ക് പോകാനട്ടാ. ഞാൻ അവരറിയാണ്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് പിടിച്ചിട്ടാ പാവട്ടാ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്വഭാവമാണ്. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമ്മള് കാഹോയിലേക്ക് പോകാൻ, അതുപോലെ തന്നെ ഡോങ്ങിലേക്ക് പോകാനട്ടാ. അത്യാവശ്യം നല്ല ലോങ്ങുള്ള ബ്രിഡ്ജാണ്. ഇതിൻ്റെ അടിയിലാണെങ്കിൽ നമ്മുടെ ലോയിറ്റ് റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇതിലെ ഒഴുകി ചെല്ലുന്നതാണ് നമ്മുടെ ലോയിറ്റ് റിവർ. നേരെ ബ്രഹ്മപുത്രയിലാണ് ചെന്ന് പതിക്കണേ കേട്ടാ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മേളിലൊക്കെ നമുക്ക് കോട ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എത്തിയപ്പോ മരം വെച്ചാണ് പണിതേക്കണ. എന്നാലും സെറ്റാണ്. ഇവരിങ്ങനെ ഒരു ഗതാഗത മാർഗം ഉണ്ടാക്കിയെടുത്തല്ല. നമ്മളെങ്ങനെ ഇങ്ങനെ കയറി വന്നിട്ടാ. അതിന് മുമ്പ് അവിടെ ഒരു ആർമി ക്യാമ്പ് കിട്ടി. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടാ. ഇവിടെ ദേ ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മളിതേ ഈ ലെഫ്റ്റില്ലേ, ഈ കാണാൻ ലെഫ്റ്റ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കാഹോ എത്തും. അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജ്. നേരത്തെ വീഡിയോയിലെ ലാസ്റ്റ് വില്ലേജ് എന്ന് പറയും. ഫസ്റ്റ് വില്ലേജാണ്, ലാസ്റ്റ് അല്ല. പിന്നെ അതുപോലെ മുഷായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതും അവിടെയാണ്. ഡിച്ചും അവിടെയുണ്ട്. ഡിച്ചു പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് കാഹോ പോകാൻ പറ്റും. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോങ് വാലി കേട്ടോ. ഇത് കണ്ടില്ലേ, ഡോങ് വാലി ടീന അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടാണ്. എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പട്ടാളക്കാർ തന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് പഴം തന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് പട്ടാളക്കാർ തന്നെ കേട്ടോ. ഇത്രയും പഴം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, പഴുത്ത മാങ്ങ ഒരു 4 തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആ ഒരു സൈഡിലൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം കിബിറ്റോയിലേക്ക് പോകുന്ന റൂട്ടാണ് നിങ്ങൾ ആ കാണുന്നത് കേട്ടോ. അത് നോക്കിയേ, ആ കാണുന്ന റൂട്ടാണ്. അവിടെ വീഡിയോകൾ കാണാനല്ലേ, ആ റൂട്ടാണ് നമ്മൾ പോയത്. അതിൻ്റെ അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി നേരെ വന്ന് പതിക്കണം നോക്കിയേ നമ്മുടെ ലോയിറ്റ് റിവറിലേക്ക്. അതിൻ്റെ ആ ഒരു സൈഡ് നോക്കിക്കോട്ടാ. അവിടെ കളർ വ്യത്യാസമുണ്ട്, നല്ല വെള്ളവും കുറച്ച് ഞാൻ മാറുമ്പോൾ മോശം വെള്ളം കേട്ടോ. ശരിക്കും ഇത് ബോർഡറിൽ നിന്ന്, അതായത് ചൈനയിൽ നിന്ന് ഒഴുകി വരുന്ന റിവറാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പണി നടക്കണോണ്ടായിരിക്കാം പിന്നെ കളർ ഇങ്ങനെ കലയും കിടക്കണേ കേട്ടോ. അവിടെ നിന്ന് വന്നത് നല്ല വെള്ളമാണ്. അവിടെയും എന്തൊക്കെയോ പണി നടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കല്ലൊക്കെ ഇവർ ശേഖരിച്ച് അത് പൊടിക്കാൻ വേണ്ടി ഈ ഒരു ക്രഷറിൽ കൊണ്ടുവരും. ഇതൊരു കമ്പനിയാണ് കേട്ടോ, പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ അവരുടെയാണ് ആ കാണുന്ന സംഭവങ്ങൾ. ഇവർ BRO കോൺട്രാക്ട് എടുത്താണ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പനിയാണ്. എന്തായാലും പയ്യെ പോവാട്ടോ. ഇതാണ് മുഷായ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ തുടക്കോട്ടാ. ഇവിടെ കുറച്ചധികം വീടുകളുണ്ട്. ഇതെല്ലാം ബുദ്ധിസ്റ്റുകളുടെ വീടുകളാണ് കേട്ടോ. ഒന്നിടന്ന് മിയോർ എന്ന് പറഞ്ഞ ട്രൈബ് ആയിക്കോട്ടെ, അത് ബുദ്ധിസ്റ്റിൽ പെട്ടതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടാ. കുറച്ച് വീടുകളുള്ളൂ കേട്ടോ. റോഡ് മൊത്തം ചാണകമാണ്. ഇവിടെ ഫുള്ള് പശുക്കൾ വന്ന് ഫുള്ള് ചാണകം ഇട്ട് വെച്ചേക്കേട്ടാ. പശുക്കളകത്ത് കയറാതിരിക്കാൻ വേണ്ടി വെയിൽ കെട്ടി വെച്ചേക്കണ നോക്കിയേ. ഇവരടച്ചിട്ടേക്കണേണ്ടാ.
നമുക്ക് എന്തായാലും വന്ന വഴിക്ക് കയറാം കേട്ടാ. നല്ല അടിപൊളി വില്ലേജ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് നെൽകൃഷിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ചാലി കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വന്നോയ്ക്ക് അടിപൊളിയല്ലേ. ഈ ഒരു വീടും ഈ ഒരു നിൽക്കുന്ന ലൊക്കേഷനും കാണാൻ വേണ്ടി വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഫുള്ള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗുകൾ വെച്ച് പിന്നെ ഈ ഒരു മലനിരകളും എല്ലാം കാണാൻ വല്ലാത്ത ഭംഗി തന്നെയാണ് കേട്ടാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ കുറേ ഉണ്ട് കേട്ടോ. അത് നോക്കി. പിന്നെ അതുപോലെ അത്യാവശ്യം കുതിരകൾ ഇവിടെ ഇങ്ങനെ പുല്ല് തിന്നിപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം ബങ്കറുകളുണ്ട് മേളിലൊക്കെ. ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ കാണിക്കല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷയാണ് അതൊക്കെ. അങ്ങോട്ട് കാണിക്കല്ല. പഴയ ബങ്കറുകളൊക്കെ ആയിരിക്കും കേട്ടോ. അത് നല്ല കയറ്റമുണ്ട് കേട്ടോ. അതുപോലെ കാലാവസ്ഥ കുഴപ്പമില്ല, തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വില്ലേജ് എന്ന് പറയാൻ വേണ്ടി ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഒരുപാട് വീടുകളോ അല്ലെങ്കിൽ ഒരുപാട് ഇതില്ല കേട്ടോ. എന്താണ് പോപ്പുലേഷനൊന്നും ഇല്ല ഇവിടെ. ചെറിയൊരു വില്ലേജാണ്. നമ്മളെ ഇനി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ കാഹോ എത്തും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇതെനിക്ക് മാത്രമാണ് തോന്നിയത്. നിങ്ങളൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് അതിന് തോന്നിയാൽ നോക്ക്. ഈ കാണുന്ന കല്യാണ്ടില്ലേ, ഈ കാണകല് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ വെച്ച് വെക്കണ പോലെയല്ലേ ഒരു തല. എനിക്ക് തോന്നുന്നൊരു പെണ്ണായിട്ടാണ് തോന്നുന്നത്. കണ്ടില്ലേ, ഒരു ആളുടെ രൂപം, ഒരാളിങ്ങനെ ഇരിക്കണ പോലെ തോന്നും കേട്ടോ. ആ ഒരു മേളിലിരിക്കുന്ന കല്ല് കാണുമ്പോൾ ഇതെനിക്ക് മാത്രമാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തെങ്കിലും ചെയ്ത് വെച്ചാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ക്രിയേറ്റിവിറ്റി പോലെ ലോങ്ങി നോക്കി കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ അത്. നിങ്ങളെ നെക്സ്റ്റ് ടൈം വന്നെയാണെങ്കിൽ ഇത് മറക്കരുത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 4-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാഹോലേക്ക്. ഇതാണ് കേട്ടോ ലൊക്കേഷൻ. കറക്റ്റ് എന്ന് പറയാൻ വേണ്ടി ഇത് തന്നെയാണ് ലൊക്കേഷൻ. നിങ്ങൾ അവിടെ വന്നേക്ക് ഒരു ബ്രിഡ്ജ് കാണും, ഒരു തൂക്കുപാലം കാണും കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ, കാരണം അത് നശിഞ്ഞ് കിടക്കണേണ്. അവിടെ നിന്ന് ഒരു ഇത്തിരി മുമ്പിൽ വരുമ്പോൾ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യ ഫസ്റ്റ് വില്ലേജ് എത്തിയിട്ടാ. കാഹോ ഫസ്റ്റ് വില്ലേജ്. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ, ഒരു കൊൻപയുണ്ട്. എന്നാലും കയറാം. അതുപോലെ തന്നെ ആ കാണുന്ന റൂട്ടാണല്ലേ, അതാണ് കിബിറ്റോയിലേക്ക് പോകണേ കേട്ടോ. നമ്മൾ ആ ഒരു റൂട്ടാണ് നമ്മൾ പോയത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിബിറ്റോയുടെ ഭാഗങ്ങൾ കാണാൻ പറ്റും. എനിക്കൊന്ന് അതാണ് തോന്നിട്ട്. അവിടെ ഒരു ടവർ കാണാമല്ലേ, അതെന്തോ ആണ്. കാരണം കിബിറ്റോ കഴിഞ്ഞിട്ടാണ് കാഹോ വന്നത്. പക്ഷേ രണ്ടും രണ്ട് സൈഡിലാണ്. ഇവിടെ എന്തോ പുതിയ കട്ടിങ് നടപ്പുണ്ട് കേട്ടോ. നല്ല കയറ്റമുണ്ട്, അതുകൊണ്ട് ഞാൻ കിതക്കണേന്. അല്ല സൗണ്ട് അതാട്ടോ മാറിയത്. അങ്ങനെ കാഹോ ഫസ്റ്റ് വില്ലേജ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല കിട്ടിയില്ല വ്യൂ ആണ്ടാ. അടിയിൽ ചെറിയൊരു കൃഷിപ്പാടം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചാല് പോലെ വെച്ചേക്കണേണ്ട. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു ഗൊൺപയുണ്ട് കേട്ടോ. അത് നമുക്ക് ഇന്നലെ നാളെ കയറാമെന്ന് വെച്ച് ഇപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങാറായിട്ടാ. എന്തായാലും നമുക്കൊന്ന് അടിയിലേക്ക് പോവാം. എനിക്കൊന്നും ആ കാണുന്നതായിരിക്കട്ടെ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല, അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാനുണ്ട്. അപ്പോൾ നമ്മളെത്തിയിരിക്കുന്നു ഗൈസ്. ഫൈനലി നമ്മളെത്തി. കിതച്ചു കേട്ടാ. ഈ കാണുന്നതാണ് കേട്ടോ കാഹോ വില്ലേജ്. ഇവിടുത്തെ വീടുകളാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇവിടെ. മൊണാസ്ട്രിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. പക്ഷെ മൊണാസ്ട്രി ഓപ്പൺ ആണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നാളെ കയറാം. ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് കേട്ടോ. കാഹോല് വന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള ശ്രമം നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ഇവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ടെൻ്റ് അടിക്കാവുന്നുള്ളൂ. പക്ഷെ മഴ പെയ്യും കേട്ടോ. മഴ പെയ്തതിന് എൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും വെള്ളം കയറും, 100% വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്കൂൾ നോക്കണേണ്. ഇത് സെറ്റായെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടൊന്ന് പോയി ചോദിക്കാം കേട്ടോ. ഇവിടെ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞ് എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ചോ, കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നമ്മളൊരു സ്കൂൾ കണ്ടപ്പോൾ അവിടെ വന്നേ കേട്ടോ. എൻ്റെ ടെൻറ്റ് 3% ആട്ടോ. 2% ആണെങ്കിൽ ഇവിടെ അടിക്കാറുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണം. സ്കൂളിൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാട്ടാ. പക്ഷെ ആരോടെയും ചോദിച്ചു നോക്കണം. ആരോട് ചോദിക്കാൻ എനിക്കൊരു പിടുത്തില്ല കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം നമ്മൾ കാഹോല് വന്നിട്ട് തങ്ങാനൊരു സ്ഥലം കിട്ടിട്ടാ. ഇവിടെ മീൻ പൊരിച്ചോണ്ടിരിക്കണേണ്. മച്ചി ബനാറേനാ. भैया को स्पेशल खिलाएगा. अच्छा आप लोग का नाम एक बार बताओ. My name is Anis Tamang. आपका अनिस तमांग. आपका नाम क्या है? रंजीत राय. आपका नाम क्या है भैया? मेरा मिकमर तमांग. अच्छा आप तो असम का है ना? असम में कौन सा जगह में पड़ता है? असम वो दागुन. अच्छा आप कहाँ से पड़ता है भैया? तेजू के अरुणाचल का है. ओ आप अरुणाचल नौपटिया नामसाई डिस्ट्रिक्ट. अच्छा नामसाई में है ना. अच्छा
ये हम लोग तो आज मैं काहो पहुंच करके आप लोग को मिलके आप लोग मेरे को स्टे वगैरह किया था स्पेशली मच्छी। ये क्या मच्छी है? ये मच्छी पंकज पंगस। नहीं रोहू ये रोहू है ना? मछली अच्छा रोहू तो मेन है, नॉर्थ ईस्ट का मेन है रोहू है ना? नॉर्थ ईस्ट का किंग है। ये तो रोहू बना रहे। ओके ठीक है भैया। फुड കഴിക്കാനായിട്ടാ ഓക്കേ भैया हाय भैया खाना खा रहे हो ना अभी?